ദ നീറ്റ് 2024 ക്വസ്റ്റൻ ആണ്. ലോജിക് ഗേറ്റ് എന്ന ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഇതൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടിൽ 3 ലോജിക് ഗേറ്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ലോജിക് ഗേറ്റാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ സർക്യൂട്ട് സോൾവ് ചെയ്യാൻ നമുക്കൊരു ഷോർട്ട് കട്ട് അറിയാം, സ്പ്ലിറ്റിംഗ് ദ ബ്രാക്കറ്റ് അല്ലേ. അപ്പോൾ സ്പ്ലിറ്റിംഗ് ദ ബ്രാക്കറ്റ് ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്താൽ മതി. നോക്കിയേ, ഇത് ഇവിടെ ഇൻപുട്ട് എ ആം തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇതേത് ഗേറ്റാ? ഇത് നോട്ട് ഗേറ്റ് ആണ് അല്ലേ. കാരണം നമുക്കറിയാം ഈ ഗേറ്റിന് ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു ലോജിക് ഗേറ്റിന് സിംഗിൾ ഇൻപുട്ട് ആണെങ്കിൽ നോട്ട് ഗേറ്റ് ആയിരിക്കും. ഇനി നോട്ട് ഗേറ്റ് ആകുമ്പോഴത്തേക്കും ഔട്ട്പുട്ടിൽ ഒരു ബ്രാക്കറ്റ് ഇട്ടാൽ മതി അല്ലേ. അപ്പോൾ എ ഡാഷ് ആവും. എയിലൊരു ബ്രാക്കറ്റ് ഇട്ടു, അപ്പോൾ എ ഡാഷ് ആയി. അതുപോലെ ഇവിടെ ഇൻപുട്ട് ബി ആണ് അല്ലേ. ഇനി ഇതേത് ഗേറ്റ്? ഇതും നോട്ട് ഗേറ്റ് ആണല്ലോ, കാരണം ഇവിടെയും സിംഗിൾ ഇൻപുട്ടാണ്. ഇനി നോട്ട് ഗേറ്റ് ആണെങ്കിൽ നമുക്കറിയാം ഇൻപുട്ടിൽ ഒരു ബ്രാക്കറ്റ് ഇട്ടാൽ മതി, അതാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ ബി ഡാഷ് ആവും. അപ്പോൾ ഇവിടെ എത്തുന്നത് എ ഡാഷ് ആയിരിക്കും, ഇവിടെ എത്തുന്നത് ബി ഡാഷ് ആയിരിക്കും അല്ലേ. ഇനി ഇതേത് ഗേറ്റാ? ഇത് നമുക്കറിയാം ഇത് നോർ ഗേറ്റ് അല്ലേ. നോർ ഗേറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്കറിയാം അത് ഓർ ഗേറ്റ് പ്ലസ് നോട്ട് ഗേറ്റ് ആണ് അല്ലേ. ഓർ ഗേറ്റും നോട്ട് ഗേറ്റും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നോർ ഗേറ്റ് കിട്ടുന്നത് അല്ലേ. അതിൽ ഈ പാർട്ട് ഇത് ഓർ ഗേറ്റും പിന്നെ ഈ 0 ഇത് നോട്ട് ഗേറ്റും ആണ് അല്ലേ. അപ്പോൾ ഓർ ഗേറ്റ് അപ്ലൈ ചെയ്തിട്ട് നോട്ട് ഗേറ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഓർ ഗേറ്റ് ആകുമ്പോൾ നമുക്കറിയാം 2 ഇൻപുട്ട് കൂടി നമ്മൾ ആഡ് ചെയ്യുമല്ലേ. അപ്പോൾ എ ഡാഷ് പ്ലസ് ബി ഡാഷ് എന്ന് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ട്? നോട്ട് ഗേറ്റും കൂടി ഉണ്ട്. നോട്ട് ഗേറ്റ് ആകുമ്പോൾ നമുക്കറിയാം ഇൻപുട്ടിൽ ഡാഷ് ഇട്ടാൽ മതി. അപ്പോൾ ഇതാണ് മൊത്തം ഇൻപുട്ട്. ഇതിൽ മൊത്തത്തിൽ ഒരു ഡാഷ് വരും. ക്ലിയർ അല്ലേ. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ എത്ര കിട്ടും? ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ബി ഡാഷ് അതിൻ്റെ ഹോൾ ഡാഷ്. ഇനി ബ്രാക്കറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എ ഡാഷിൻ്റെ ഡാഷ് പ്ലസിൻ്റെ ഡാഷ് ബി ഡാഷിൻ്റെ ഡാഷ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡാഷിൻ്റെ ഡാഷ് എന്ന് പറയുമ്പോൾ എ ആണ്, ബി പ്ലസിൻ്റെ ഡാഷ് എന്ന് പറയുമ്പോൾ ഡോട്ട് എന്ന് വരും, ബി ഡാഷിൻ്റെ ഡാഷ് ബി ആണ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി എന്ന് കിട്ടി. ഓക്കെ, എ ഡോട്ട് ബി ഏത് ഗേറ്റ്? ദാറ്റ് ഈസ് ആൻഡ് ഗേറ്റ് ആണ്. സോ ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ, ആൻഡ് ഗേറ്റ്. ഓക്കെ, ബാക്കി ഈ ഷോർട്ട് കട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി പഠിച്ചാൽ മതി. ഓക്കെ, സോ താങ്ക് യു.